ശ്രീ ഹരിദാസ്, ഞാൻ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. കാരണം അദ്ദേഹം ഒരു 10-15 മിനിറ്റ് കൂടിയേ ഉള്ളൂ നമ്മുടെ ഈ ഫ്ലോറിൽ. അദ്ദേഹത്തിന് പോവേണ്ടതാണ് തിരിച്ച് കോഴിക്കോടേക്ക്. അപ്പോൾ താങ്കളുടെ അനുമതിയോടുകൂടി ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. ടീച്ചർ അത് പറഞ്ഞു, എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. നമുക്കറിയാം CAGയുടെ റിപ്പോർട്ട്, അത് നമ്മളെല്ലാം വായിച്ചതാണ്. എല്ലാ റിപ്പോർട്ടുകളും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. മാത്രമല്ല ഈ ധൂർത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണല്ലോ. ഇപ്പോൾ നോക്കൂ, ഈ ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഈ രാപ്പകൽ സമരം നടത്തുന്ന സമയത്താണ് PSC ചെയർമാൻ്റെയും അംഗങ്ങളുടെയും വേതനം എത്ര ലക്ഷമാണ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എന്തെങ്കിലുമൊക്കെ കരുണ കാണിക്കണ്ടേ? അപ്പോൾ എപ്പോഴും കേന്ദ്രത്തെ പഴി പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഇപ്പോൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ 331 കോടി രൂപ കിട്ടി. അതിൽ നേരത്തെ ആശമാർക്ക് കൊടുത്ത ഓണറേറിയം അത് 50 കോടി രൂപ. അത് കിഴിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. മന്ത്രി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കിട്ടിയില്ല, ഒരു പൈസ പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ അത് സ്വന്തം വീഴ്ച മറച്ചു വെക്കുകയല്ലേ? CAG തന്നെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്നുള്ളത്. കണക്ക് എങ്ങനെയൊക്കെ പണം എങ്ങനെയൊക്കെ ചെലവഴിച്ചു എന്നതിൻ്റെ കണക്ക് കൃത്യമായിട്ട് അത് ദേശീയ ആരോഗ്യ മിഷനെ അറിയിക്കേണ്ടതല്ലേ? മാത്രമല്ല ഉത്തരവാദപ്പെട്ട കേന്ദ്ര സർക്കാരിനെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതല്ലേ? കേന്ദ്രം ഒരു വിഹിതം കൊടുക്കുന്ന സമയത്ത് അത് ആരുടെയൊക്കെ കൈകളിലേക്ക് പോയി, ഉദ്ദേശകരങ്ങളിലാണോ എത്തിയത് എന്നൊക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനില്ലേ? അതിനവരെ പഴി പറഞ്ഞിട്ട് തടി തപ്പാൻ പറ്റുമോ? എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റുമോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? അല്ല, കേന്ദ്ര സർക്കാരിനെ പഴി പറയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മീമാംസകനെ സംബന്ധിച്ചിടത്തോളം ശരിയായൊരു നടപടിയാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത ദിവസം നമ്മുടെ ഡൽഹിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിലെ ധനമന്ത്രിയും ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. ഒരു കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആ പ്രശ്നത്തിനെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചത് വളരെ ശുഭകരമായ ഒരു ചർച്ചയാണെന്നാണ്. അങ്ങനെ ഒരു ചർച്ച അല്ല എന്ന് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഈ സ്ട്രക്ചറലായിട്ടുള്ള ഒരു നയവ്യത്യാസം കേരളത്തിൻ്റെ ഗവൺമെൻറ്റും യൂണിയൻ ഗവൺമെൻറ്റും തമ്മിൽ വരാനിരിക്കുന്നു എന്ന ഒരു പശ്ചാത്തല മനോഭാവം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഈ ആശാ വർക്കർമാർ അതൊരു യൂണിയൻ സ്പോൺസേഡ് സ്കീമാണ്. അതൊരു സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമല്ല. യൂണിയൻ സ്പോൺസേഡ് സ്കീമിനകത്ത് ചില യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും അതുപോലെ തന്നെ ചില സൂചകങ്ങളും ഉണ്ടാകും. അത് വെച്ചാണ് അതിന് പ്രവർത്തിക്കുന്നത്. ഇവിടെ എന്താണ് സ്ഥിതി? ഞാനിപ്പോൾ കേരള ഗവൺമെൻറ്റുമായി ഇന്ന് വൈകുന്നേരം ബന്ധപ്പെട്ടു. ഒരാൾക്ക് പോലും ശമ്പളം കൊടുക്കാത്ത ഈ ഓണറേറിയം കിട്ടാത്ത ആരുകളില്ല. കേരളത്തിലെ ആശാ വർക്കർമാർ എന്ന് പറയുന്നത് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ 27,000-ത്തിലധികം പേരാണ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കണക്ക് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. അവർക്ക് 10,000-ത്തിൻ്റെയും 13,000-ത്തിൻ്റെയും ഇടയിൽ എല്ലാവർക്കും ഇപ്പോഴും ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നത് അവർ ജോലി ചെയ്ത കാലത്തെ 10,000 മുതൽ 13,000 വരെയുള്ള ഇടവേളയിലുള്ളത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ സമരം ചെയ്യുന്നത് ജോലി ചെയ്ത കാലത്തെ വേതനം കിട്ടാത്തതിൻ്റെ പേരിലല്ല, യൂണിയൻ വേതനം വർദ്ധിപ്പിക്കണം എന്നതിനാണ്, വർദ്ധിച്ച വേതനം കിട്ടണം എന്നതിനാലാണ്. അത് ആ വാദഗതി ന്യായമാണ്. ആ വാദഗതിയോട് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അവർക്ക് വേതനം വർദ്ധിച്ച് കിട്ടണം. ടീച്ചർ ഇവിടെ പറഞ്ഞതുപോലെ
700, 1250 തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്സുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ 700 എന്ന് പറയുന്ന ഒരു കണക്ക് വെക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഫൈനാൻഷ്യൽ ഇൻഡെക്സും വെച്ചുകൊണ്ട് നാം കണക്ക് കൂട്ടിയെടുത്തിട്ടുള്ള മിനിമം വേതനത്തിൻ്റെ, ചുരുങ്ങിയ വേതനത്തിൻ്റെ ഒരു അളവുകോലാണ്. അത് വെച്ച് 21,000 രൂപയെങ്കിലും കിട്ടണം എന്നുള്ളത് ഈ കേരളത്തിലെ ഇന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട രാഷ്ട്രീയ നേതൃത്വവും അവരുടെ തൊഴിലാളി നേതൃത്വവും ഒരുപോലെ ആവശ്യപ്പെടുന്നതാണ്. അതിനെന്ത് വേണം? അതിന് ഇവർ ഈ പറയുന്ന ആശാ വർക്കർമാർ തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് അവർ മാറ്റപ്പെടണം. അങ്ങനെ മാറ്റപ്പെടണമെങ്കിൽ അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള ഉത്തരവാദിത്വവും കൂടിയാണ്. അതുകൊണ്ട് യൂണിയൻ ഗവൺമെൻറ്റിനോട് ആ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുവാൻ കേരളത്തിലെ സർക്കാരുണ്ട്. കേരളത്തിലെ സർക്കാർ അതിനോട് യോജിച്ചു നിൽക്കുന്ന ആളാണ്. ഇവർക്ക് 700 രൂപ വെച്ച് കിട്ടണം, അല്ലെങ്കിൽ 21,000 രൂപ വെച്ച് കിട്ടണം എന്ന കാര്യത്തിലൊന്നും ഒരാൾക്കും ഒരു തർക്കവുമില്ല. അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുകയും അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സമരം നടത്തുന്ന ആളുകളെ വിളിച്ചു വരുത്തുകയും അവരോട് സംസാരിക്കുകയും ആ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും കിട്ടിയേ ഞങ്ങൾ മടങ്ങൂ എന്ന നിലയ്ക്ക് ഇവർ സമരത്തിന് നിൽക്കുന്നത് കൊണ്ടാണ് ആ കിട്ടുന്നതിനാവശ്യമായ നടപടികളിലേക്ക് നീങ്ങുന്നത് വരെ സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് അവരോട് പറയാൻ പോകുന്നത്. രാഷ്ട്രീയമായി സതീശനും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇതേപോലെ നിരവധി സമരങ്ങൾ നടത്തിയല്ലേ ഈ നിലയിലെത്തിയതല്ലേ? ഇപ്പം നിങ്ങൾക്ക് ഇതിനോടൊക്കെ പുച്ഛായിരിക്കും. ആശമാരുടെ സമരത്തെ അവഹേളിക്കുന്നു, ആ സ്ത്രീകളെ അവഹേളിക്കില്ല. ഒരിക്കലുമില്ല. ഒരു സമരത്തെയും പുച്ഛമായി കാണുന്ന വ്യക്തിയായി എന്നെ നിങ്ങൾ പരിഗണിക്കില്ല. ഇല്ല, ഞാൻ ഓരോ വ്യക്തികളുടെയും അവകാശബോധത്തെ വളരെ കൂടുതൽ ബോധത്തെ ഉൾക്കൊള്ളുന്നൊരു മനുഷ്യനാണ്, ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ആ പുച്ഛത്തോടു കൂടിയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ കിട്ടിയേ തീരൂ എന്ന ഒരു സമീപനം വെച്ചുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനോട് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും കൂടെ പ്രതികരണങ്ങൾ ഉണ്ടായാലേ, അല്ലെങ്കിൽ സഹാനുഭൂതി ഉണ്ടായാലേ, അല്ലെങ്കിൽ സാമ്പത്തിക സഹായമുണ്ടായാലേ അതിനകത്തൊരു അന്തിമമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയൂ. ഇപ്പോൾ കിട്ടുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഒരിക്കലും സംതൃപ്തമല്ല. 13,000 അടുത്തെത്തുന്ന സംഖ്യക്ക് കൊടുക്കുന്നത് കൊണ്ട് മതി, നിങ്ങൾക്ക് ഇത്രയേ വേണ്ടൂ, നിങ്ങൾ ഈ ചെയ്യുന്ന പണിക്ക് ഇത്രയും വേണ്ട എന്ന സമീപനം ഈ കേരളത്തിലെ ഗവൺമെൻറ്റിനില്ല. ആ ഗവൺമെന്റ് ഒരിക്കലും ഇല്ല. അവർക്ക് കൂടുതൽ നേരിട്ട് കാണാത്ത എന്തുകൊണ്ടാ? ഇപ്പൊ നോക്കൂ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതേ 3-4 തവണ ആ സമരപ്പന്തലിലെത്തി. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു സമരപ്പന്തലിലെത്തി. ഈ മഴ പെയ്യുന്ന സമയത്ത് ആ ഷെഡ് പൊളിച്ച് കൊണ്ടുപോയി അല്ലേ? സ്ത്രീകളോടാണ് അത് ചെയ്തത് കേട്ടോ. നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നത് എന്താ? ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ഷെഡ് പൊളിച്ച് മാറ്റിയപ്പോൾ അദ്ദേഹം കുട കൊടുത്തപ്പോൾ CIT നേതാവ് എന്താ പറഞ്ഞത്? കുട മാത്രമല്ല, ഉമ്മ കൂടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പരാമർശം ഉണ്ടായതല്ലേ? കേന്ദ്ര മന്ത്രിസഭയിലെ ഒരംഗം കൃത്യമായി അവിടെ പോയി അവരുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പോൾ സംസ്ഥാനത്തിനെതിരെ യാതൊരു ബാധ്യതയുമില്ല, ഇതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും എന്തുകൊണ്ട് ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല? അല്ലെങ്കിൽ ഇവരുടെ സമരപ്പന്തലിൽ എന്തുകൊണ്ട് പോകുന്നില്ല? ഈ ആരോഗ്യമന്ത്രി ഒരു വനിതയല്ലേ? അവിടെ വനിത അങ്ങോട്ട് പോയി ചെന്നാൽ ഈ ആശമാർ അവരെ ആക്രമിക്കും എന്ന് പേടിച്ചാണോ അങ്ങോട്ട് പോവാത്തത്? അവിടെ പോയി ഒന്ന് സംസാരിക്കട്ടെ. താങ്കൾ പറയുന്നു സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങൾ അല്ല. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് ഒരു അഷ്വറൻസ്, എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും നാളുകളായി രാപ്പകൽ സമരം ചെയ്യുന്ന ആശമാർക്ക് കൊടുക്കുന്നില്ല? അതല്ലേ ഒരു മാന്യത, മര്യാദ എന്നൊക്കെ പറയുന്നത് അതല്ലേ? അല്ലേ? പ്രത്യേകിച്ച് നിങ്ങൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എന്ന് കൊട്ടിഘോഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
അനിൽ നമ്പ്യാരെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ ഏതോ ഒരു പരാമർശത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ഉമ്മ കൂടി കൊടുക്കട്ടെ എന്നൊക്കെ. അത്തരം പരാമർശങ്ങളെയൊന്നും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ശരിയാണ് എന്ന് പറയുന്നവരുടെ പട്ടികയിൽ നിങ്ങൾ എന്നെ പെടുത്തല്ല. അങ്ങനെയൊന്നും ഒരു 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 ശൂന്യത ബോധം എൻ്റെ മനസ്സിലില്ല. അതേപോലെ തന്നെ അല്ല ടീച്ചർക്കും എന്നെ അറിയേണ്ടതാണ്. ടീച്ചർക്കും എന്നെ അറിയേണ്ടതാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം ഈ കേരളത്തിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ടീച്ചർ എന്നെ മറന്നുപോയോന്ന് എനിക്കറിയില്ല. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ BA പ്രകാശും ടീച്ചറും ഒക്കെ ഉള്ള എന്നെ അറിയാവുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് പോകാൻ സമയമായി. പിന്നെ ഇതിൽ ഒരിക്കലും അതേപോലെ തന്നെയാണ് ഈ ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെയോ ആ കേന്ദ്രത്തിൻ്റെയോ മന്ത്രിമാർ സമരപ്പന്തലിൽ പോയി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് പോകാൻ പറ്റുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. BJPയുടെ നേതാക്കന്മാരുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന മന്ത്രി ഞങ്ങളെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കൊട തരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഒരു മാന്യത. അതെ അല്ല, സുരേഷ് ഗോപി മന്ത്രിയായി കഴിഞ്ഞാൽ അത് മലയാളികളുടെ മന്ത്രിയാണ് കേട്ടോ, അല്ലാതെ BJPക്കാരുടെ മാത്രം മന്ത്രിയല്ല. പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞത് ഉമ്മ കൊടുക്കട്ടെ എന്ന് പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് മര്യാദഘട്ട ഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ചും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. അതിനോട് അനിൽ നമ്പ്യാർക്ക് വിയോജിക്കാം, എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, ഞങ്ങൾക്ക് വിയോജിക്കാം. അവിടെ മന്ത്രിമാർ പാർട്ടിക്കാരെ പറഞ്ഞയച്ചു വിടണം, പാർട്ടിക്കാരെ വിട്ടിട്ടൊക്കെ ചെയ്യിക്കണം. മന്ത്രിമാർ പോയി സമരം ചെയ്യുന്നത് അവർ തീരുമാനമെടുക്കേണ്ടവരല്ലേ. അവർ ഈ തീരുമാനമെടുക്കേണ്ടുന്ന ആളുകൾ പോയിട്ട് സമരപ്പന്തലിൽ സിന്ദാബാദ് വിളിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി പറ്റുണ്ടോ? അത് പാടില്ല. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാം. പ്രേക്ഷകർ കേൾക്കാതെ പ്രേക്ഷകരുടെ കാര്യത്തിൽ അവസ്ഥ കേന്ദ്രത്തെ ധരിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹം സമരപ്പന്തലിൽ പോയി ഇവരുമായി കണ്ട് സംസാരിച്ച ശേഷമാണ് കാര്യങ്ങൾ അതിലെനിക്ക് അദ്ദേഹത്തിനോട്, കേന്ദ്രത്തിലെ മന്ത്രിയോട്, ശ്രീ സുരേഷ് ഗോപിയോട് വ്യക്തിപരമായി വളരെ കടപ്പാടും ബഹുമാനവുമുണ്ട്. ഇവരുടെ ദയനീയ അവസ്ഥ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാരോടും അതിന് ചുമതല വഹിക്കുന്ന മന്ത്രിമാരെയും ബോധ്യപ്പെടുത്താൻ അദ്ദേഹം പരിശ്രമിച്ചതിനൊക്കെ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, കടപ്പാടുമുണ്ട്. ഞാനത് മറച്ചു വെക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. ഈ കാര്യത്തിലൊക്കെ നമുക്ക് എടുക്കാനുള്ള സമീപനം, കേരളത്തിലെ മന്ത്രി ഇവരുടെ നേതാക്കന്മാരെ വിളിച്ചു. ആ നേതാക്കന്മാരെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ ആശാ വർക്കർമാരെ കേൾക്കണം എന്ന് പറഞ്ഞു. ആശാ വർക്കർമാരെയും കേട്ടു. അവരെ ചർച്ച ചെയ്യാതിരുന്നിട്ടില്ല, അവരോട് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തന്ന് മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ അത് ഉടനെ തന്നെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കൂടുതൽ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യത്തിലാണുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചയിൽ നിന്ന് നിങ്ങളോട് തൽക്കാലം വീണ ചോദിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ താങ്കൾക്ക് അറിയാലോ എനിക്ക് എത്തണം എന്നുള്ളതുണ്ട്. ഇത്രയും സമയം താങ്കൾ ഇവിടെ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.